ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ തുടങ്ങാണ്. അടുത്ത ക്വസ്റ്റ്യൻ, two projectiles are fired with the same initial speed from same point on a ground at an angle of 45 degree minus alpha and 45 degree plus alpha respectively with the horizontal direction. The ratio of their maximum height attained is. എടാ ഇതേ ടൈപ്പ് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ സോൾവ് ചെയ്തായിരുന്നു. അവിടെ മാക്സിമം ഹൈറ്റിന് പകരം എന്ത് ചോദിച്ചു? ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിച്ചു അല്ലെ. രണ്ടും സെയിം ഇയർ 2025 ചോദിക്കുന്നത്. 25 സെയിം ടൈപ്പ് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. രണ്ടും ഒരേ കൺസെപ്റ്റ് ആണ്, ഒരേപോലെ രണ്ട് റേഷ്യോ എടുക്കുക മാത്രം ഇവിടെ ചെയ്യുന്നത് അല്ലെ. two projectiles are fired with the same initial speed from same point on ground at angles 45 minus alpha and 40 plus 5 plus alpha ആണ് അല്ലെ. ഒന്നാമത്തെ ആംഗിൾ θ1 is equal to 45 plus alpha. എടാ രണ്ടാമത്തെ ആംഗിൾ θ2 is equal to എത്രയാണ്? θ2 is equal to 45 minus alpha ആണ് അല്ലെ. ഈ രണ്ട് ആംഗിളിൽ അറിയുന്നത്. പക്ഷേ കണ്ടീഷൻ എന്താ? സെയിം ഇനീഷ്യൽ സ്പീഡ് ആണ്. u1ഉം u2 എന്താടാ? സെയിം ആണ്. അതിനെന്ത് കൊടുക്കാം? നിങ്ങൾക്ക് u എന്ന് കൊടുക്കാം. u1ന്റെ വാല്യൂ u2ന്റെ വാല്യൂ സെയിം ആണ്. പക്ഷെ ആംഗിൾ എന്താടാ? ഡിഫറെന്റ് ആണ്. θ1ഉം θ2 45 പ്ലസ് ആൽഫ ആൻഡ് 45 മൈനസ് ആൽഫ റെസ്പെക്റ്റീവ്ലി ആണ് അല്ലെ. രണ്ടിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. അവരുടെ ചോദ്യം റേഷ്യോ ഓഫ് ദി മാക്സിമം ഹൈറ്റ് ആണ്. റേഷ്യോ ഓഫ് ദി മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ ഹൈറ്റിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. h മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ആണ്. നോക്കണേ, റേഷ്യോ ആണ് പറഞ്ഞത്. റേഷ്യോ പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. കോൺസ്റ്റന്റ് ആയുള്ള സാധനങ്ങളൊക്കെ വെട്ടിയങ്ങ് ഒഴിവാക്കും ആദ്യം തന്നെ അല്ലെ. കോൺസ്റ്റന്റ് ആയുള്ള എല്ലാ ടേമും നമ്മൾ വെട്ടിയങ്ങ് ഒഴിവാക്കും. നോക്കണേ, 2 കോൺസ്റ്റന്റാ ഒഴിവാക്കി, g കോൺസ്റ്റന്റാ ഒഴിവാക്കി, u കോൺസ്റ്റന്റാ ഒഴിവാക്കി. അപ്പൊ അവിടുന്ന് മനസ്സിലായടാ h പ്രൊപ്പോർഷണൽ ടു സൈൻ സ്ക്വയർ തീറ്റയാണ് അല്ലെ. h പ്രൊപ്പോർഷണൽ ടു സൈൻ സ്ക്വയർ തീറ്റയാണ് അല്ലെ. The ratio of their maximum height attained is h proportional to sin square theta ആണ്. അപ്പൊ h1 by h2 എന്ന് വെച്ചാൽ sin square theta 1 divided by sin square theta 2 ആണ്. sin square theta 1 divided by sin square theta 2 ആണ് അല്ലെ. അപ്പൊ sin square നോക്കണേ, sin square theta 1 സ്ഥാനത്ത് എത്രയാ? 45 plus alpha and sin square divided by theta 2 ന്റെ സ്ഥാനത്ത് എന്താടാ വരുന്നത്? 45 മൈനസ് ആൽഫ ആണ് അല്ലേ. ഞാൻ വെറുതെ ലേലം വിളിക്കുന്ന പോലെ പറയാനല്ല, ഇവിടെ വാല്യൂ ഉണ്ട്. θ1 45 പ്ലസ് ആൽഫ ആണ്, θ2 എന്താ? 45 മൈനസ് ആൽഫ ആണ്. രണ്ടിന്റെ വാല്യൂ കൊടുത്തു അല്ലേ. ഇനി h1 by h2 സിമ്പിൾ ആയിട്ട് കിട്ടും. h1 by h2 രണ്ടിനും കൂടി സ്ക്വയർ ഉണ്ടല്ലോ, നമുക്ക് അവസാനം കോമൺ ആയിട്ട് സ്ക്വയർ കൊടുക്കാം അല്ലേ. നോക്കണേ, സൈൻ ഓഫ് എ പ്ലസ് ബി ഫോമിലാണ്. സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് വെച്ചാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അപ്പൊ സൈൻ 45ന്റെ വാല്യൂ എത്രയാടാ? 1/√2 കോസ് ആൽഫ പ്ലസ് കോസ് 45ന്റെ വാല്യൂ 1/√2 സൈൻ ആൽഫ. നേരത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാ ചെയ്ത് അല്ലേ. ഇനി അടിയിൽ ഇതേപോലെ തന്നെ 1/√2 കോസ് ആൽഫ മൈനസ് 1/√2 സൈൻ ആൽഫ ഹോൾ സ്ക്വയർ ആണ്. എടാ എല്ലാ ടേമിലും എന്തുണ്ടാ? 1/√2 ഉണ്ട്. ഇപ്പൊ ഒന്നും നോക്കണ്ട, ആരെ ഔദാര്യം നമുക്ക് വേണ്ടയില്ല. 1/√2 നമുക്ക് എന്താക്കാം? വെട്ടി ഒഴിവാക്കാം അല്ലേ. ഒന്നിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 1/√2 ഈ 1/√2 ഈ 1/√2 ഈ 1/√2 വെട്ടി ഒഴിവാക്കി, കാരണം അത് എല്ലാ ടേമിലും ഉണ്ട്. ഇനി അവസാനം h1 by h2 എന്ന് വെച്ചാൽ നോക്കണേ, h1 by h2 എന്ന് വെച്ചാൽ കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ നോക്കിയേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്തൂടെ? ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എന്താക്കാൻ പറ്റും? നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ കോസ് സ്ക്വയർ ആൽഫ എ സ്ക്വയർ 2 ഇൻറ്റു കോസ് ആൽഫ സൈൻ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഹോൾ ഡിവൈഡഡ് ബൈ, നോക്കണേ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ ആൽഫ മൈനസ് 2 സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ.
ഇനി നോക്കിയേ ഈ കോസ് സ്ക്വയർ ആൽഫ നോക്കണേടാ ഇവിടെ ചെയ്യാവും. ഇവിടെ ഈ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ചെയ്താൽ എന്തായിട്ട് മാറിടാ 1 ആയിട്ട് മാറും. പ്ലസ് പിന്നെ എന്താണല്ലേ 2 കോസ് ആൽഫ സൈൻ ആൽഫ അല്ലേ 2 കോസ് ആൽഫ സൈൻ ആൽഫ 2 കോസ് ആൽഫ സൈൻ ആൽഫ ഡിവൈഡ് ബൈ ഇവിടെ കോസ് സ്ക്വയർ ആൽഫയും ഇവിടെ കോസ് സ്ക്വയർ ആൽഫയും സൈൻ സ്ക്വയർ ആൽഫയും കൂട്ടി എത്രയാണ് 1 ആണ്. പിന്നെ അവിടെ ബാക്കിയുള്ളത് -2 സൈൻ ആൽഫ കോസ് ആൽഫ കഴിഞ്ഞില്ലേ. 2 കോസ് ആൽഫ സൈൻ ആൽഫ ഏത് പൊട്ടൻ എഴുതാൻ പറ്റും സൈൻ 2 ആൽഫ ഡിവൈഡ് ബൈ 1 - 2 സൈൻ ആൽഫ കോസ് ആൽഫ ഇതേപോലെ എഴുതാൻ പറ്റും സൈൻ 2 ആൽഫ. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി നോക്ക്. 1 + sin 2 ആൽഫ 1 - sin 2 ആൽഫ ഇത് സെയിം ടൈപ്പ് കൺസെപ്റ്റാ. റേഷ്യോ എടുക്കുക, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെട്ടി ഒഴിവാക്കുക. ഇതേ സെയിം ആംഗിൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. 2025 ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അതും 2 ഫേസുകളിലാണ് വന്നത്. മറ്റേ ഫേസ് ഷിഫ്റ്റ് 2 ആയിരുന്നു, ഇത് ഷിഫ്റ്റ് എന്താണ് 1 വന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. A ball of mass 100 gram. A ball of mass 100 gram is projected with a velocity 20 meter per second at an angle 60 degree with the horizontal. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതൊന്ന് ഫ്രീ ആയിട്ട് വായിച്ചു വിടാം. നമുക്ക് അർത്ഥമൊന്നും മനസ്സിലായെന്ന് വരില്ല. രണ്ടാമത്തെ റീഡിങ്ങിൽ ആ ക്വസ്റ്റ്യൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ റീഡിംഗ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആ പോയിന്റ് ഒക്കെ കീ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഞാൻ ഫ്രീ ആയിട്ട് വായിക്കാനേ. എ ബോൾ ഓഫ് മാസ് 100 gram ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി 20 meter per second at 60 degree with horizontal. The decrease in kinetic energy of the ball during the motion from point of projection to highest point. ഇതൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി എന്താക്കാണ് ഇതിന്റെ മീനിങ് മനസ്സിലാക്കി വായിക്കാൻ പോവാണ്. എ ബോൾ ഓഫ് മാസ് ഈസ് 100 gram അല്ലേ. ഒരു ബോൾ ഉണ്ട്, അതിന്റെ മാസ് എത്രയാടാ പറയുന്നത് 100 ഗ്രാമാ പറയുന്നത്. 100 gram എന്ന് പറയുമ്പോൾ 100 ഡിവൈഡ് ബൈ 1000 കിലോഗ്രാം അല്ലേ. 0 കട്ട് 0 കട്ട് മാസ് ഈക്വൽ ടു എത്രയാ 1/10 kg ആണ്. ഒരു ഡാറ്റയായി നോക്കണേ. രണ്ടാമത് പറഞ്ഞ എന്താ വെലോസിറ്റി അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി വന്നിട്ട് u = 20 meter per second. പേടിക്കേണ്ട ആവശ്യമില്ല, SI യൂണിറ്റിലാണ്. ഇനി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ തന്നിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു എത്രയാടാ 60 ഡിഗ്രി ആണ്. അതും കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ. ദ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി ബോൾ ഡ്യൂറിംഗ് ദ മോഷൻ ഫ്രം പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ടു ഹയസ്റ്റ് പോയിന്റ്. എടാ പ്രൊജക്ടൈലിന്റെ ചിത്രം നിങ്ങൾ വരക്കുകയാണെങ്കിൽ, ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ഇതാണ് പ്രൊജക്ടൈലിന്റെ ഡയഗ്രാം. ഇത് A സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് C ഫൈനൽ പോയിന്റ്, ഇത് ഹയസ്റ്റ് പോയിന്റ് B ആണ്. എടാ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? എടാ u cos തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇനീഷ്യൽ പോയിന്റിലെ സ്പീഡ് എന്തിന് ഈക്വൽ ആയിരിക്കും? യുവിന് ഈക്വൽ ആയിരിക്കും അല്ലേ. എ എന്നുള്ള പോയിന്റിലെ സ്പീഡ് u ആണ്, ഇനീഷ്യൽ പോയിന്റിലെ അല്ലേ. ബി അതായത് ഹയസ്റ്റ് പോയിന്റിലെ സ്പീഡ് എത്രയാ? u cos തീറ്റയാണ്. നമ്മളോട് ചോദിച്ചെന്താ? ഡിക്രീസിങ് കൈനറ്റിക് എനർജി ഓഫ് ദി ബോൾ ഡ്യൂറിംഗ് ദ മോഷൻ ഫ്രം പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ടു ഹയസ്റ്റ് പോയിന്റ് ആണ്. എടാ ഏത് ബിയിലോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിന്റെ ഡിക്രീസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എത്ര കൈനറ്റിക് എനർജി, എത്ര ജൂള് കൈനറ്റിക് എനർജി കുറഞ്ഞു പോകുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നുമില്ല, ഒരു ചോദിച്ചതാണ് കൈനറ്റിക് എനർജി. ഏല കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. അതിൽ നാരെ കൈനറ്റിക് എനർജി ഞാൻ കുറച്ചല്ലടാ, ബിന്റെ കൈനറ്റിക് എനർജി ഞാൻ കുറച്ചല്ലേ. അതാണ് ഡെൽറ്റ കെ അല്ലേ. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ബേസിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. 12 × m × v സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ എഴുതി. എടാ ഹാഫും എമ്മും കോൺസ്റ്റന്റാ. എയിലും ബിയിലും ഹാഫ് തന്നെയാ, എം തന്നെയാ. കാരണം ഈ ബോളിന്റെ മാസ് കൂടുന്നില്ല കുറയുന്നില്ല. അത് കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഹാഫും എമ്മും കോമൺ ആയിട്ട് പുറത്തെടുത്ത് അല്ലേ. എയിലെ കൈനറ്റിക് എനർജി വെലോസിറ്റി എന്ന് വെച്ചാൽ 30 ആണ്. 30ന്റെ സ്ക്വയർ മൈനസ് ബിയിലെ വെലോസിറ്റി അല്ലെ സ്പീഡ് എന്ന് വെച്ചാൽ u cos തീറ്റ. u 30 ആണ്, cos 60 അതിന്റെ സ്ക്വയർ. ഇത് കണ്ടുപിടിച്ച ആൻസർ ആയിട്ട് മാറി അല്ലേ. അപ്പൊ ആൻസർ എന്ന് പറയുമ്പോൾ നോക്കണേ. ഡെൽറ്റ കെ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഹാഫ് ഇൻറ്റു മാസിന്റെ സ്ഥാനത്ത് നമുക്കറിയാം 1/10 കൊടുത്ത് അല്ലേ. 30ന്റെ സ്ക്വയർ എത്രയായിരുന്നു? 900 ആയിരുന്നു. 30ന്റെ സ്ക്വയർ 900 ആണ്. അടുത്തെന്താ 30 cos 60. cos 60 എന്ന് പറയുമ്പോൾ 1/2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ 1/2 1/20 ഇൻറ്റു 900 മൈനസ് 13 1/2 എന്ന് വെച്ചാൽ 15. 15ന്റെ സ്ക്വയർ എത്രയാ? 225 ആണ് അല്ലേ. 225 തെറ്റിയിട്ടുണ്ടോ എവിടെയെങ്കിലും? മാർക്ക് കൊടുത്ത് സോറിയടാ
നോക്കണേ, ഇവിടെ യുവിന്റെ വാല്യൂ എടുത്തിൽ നമ്മൾ ശരിയായി തെറ്റിപ്പോയിട്ട് യു 30 അല്ലടാ, എന്താണ് 20 ആണ്. ഇവിടെ 20 ആണ്, ഇവിടെ എന്താണ് 20 ആണ്. അപ്പൊ ശരിയാവും. അപ്പം ഇവിടെ എന്തായിട്ട് മാറും? 400 ആയിട്ട് മാറും. ഇവിടെ എത്രയാ? 400. അപ്പം ഇങ്ങനെ വെക്കാം. ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു നോക്കണേ, ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസിന്റെ സ്ഥാനത്ത് 1/10 എന്ന് കൊടുത്ത് അല്ലേ, വെലോസിറ്റി 20 ആണ്, 20ന്റെ സ്ക്വയർ 20 സ്ക്വയർ സ്റ്റെപ്പും കൂടി ഏതോ അല്ലേ, 20 ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ ഇനി കിട്ടും 1/20. 20ന്റെ സ്ക്വയർ 400 ആണ്. 20/2 എന്ന് വെച്ചാൽ 2 2 1, 20 2 10 ആണ്. 10ന്റെ സ്ക്വയർ 100. അപ്പോൾ 300 ഡിവൈഡ് ബൈ 20, 0 0 കട്ടായി 15. അതായത് ശ്രദ്ധിക്കണേടാ, ഏന്ന് ബിയിലോട്ടേക്ക് എത്തുമ്പോൾ കൈനറ്റിക് എനർജി എത്ര ജൂളാ കുറയുന്നത്? 15 ജൂളാ കുറയുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ ബി അല്ലേ. ജനുവരി ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ്, a particle is projected at an angle of 30 degrees from horizontal at a speed of 60 meter per second. അത് ഫ്രീ ആയിട്ടുള്ള വായനയാണ്, അതുകൊണ്ട് അർത്ഥം ഞാൻ നോക്കുന്നില്ല. The height traversed by the particle in the first second is h0 and height traversed in the last second before it reaches the maximum height is h1. The ratio h0 by h1 is. ഒരു കല്ലെറിയുന്നുണ്ട് അല്ലേ, ഒരു പ്രൊജക്റ്റൈൽ ഉണ്ട് അല്ലേ, പ്രൊജക്റ്റൈൽ ഇങ്ങനെ വരച്ചു അല്ലേ, ഒരു പ്രൊജക്റ്റൈൽ ഉണ്ട്. ഇത് എ ആണ്, ബി ആണ്, സി ആണ് അല്ലേ. അത് പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ എത്രയാടാ? 30 ഡിഗ്രി അല്ലേ. അതിന് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ പറയുന്നത്? 60 ആണ് അല്ലേ. ഇനി നമ്മളോട് രണ്ട് റേഷ്യോ ആണ്, ന്യൂമറിക്കൽ ആണ്, ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നെ. യു ഈക്വൽ ടു എത്രയാടാ തന്നെ? യു ഈക്വൽ ടു 60 ആണ്. തീറ്റ ഈക്വൽ ടു എത്ര തന്നെ? 30 ആണ്. യു ഈക്വൽ ടു 60, തീറ്റ ഈക്വൽ ടു 30 ആണ്. ശ്രദ്ധിക്കണേടാ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ ഹൈറ്റ് ട്രാവേഴ്സ്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് ഈസ് h0 അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് നമുക്കറിയാം, s nth ഈക്വൽ ടു, ഓർമ്മ ഉണ്ടോ? u പ്ലസ് a/2 2n മൈനസ് 1 അല്ലേ. അതാണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഫസ്റ്റ് സെക്കൻഡ്. സോ h0 എന്ന് വെച്ചാൽ s1 ഫസ്റ്റ് സെക്കൻഡിൽ. യു എന്ന് വെച്ചാൽ മുകളിലോട്ടേക്കാ പോകുന്നത്. അപ്പൊ യുവിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? യു സൈൻ തീറ്റ എന്ന് കൊടുക്കണം അല്ലെ. യു എന്ന് വെച്ചാൽ വെർട്ടിക്കലി, യു വൈ എന്ന് വെച്ചാൽ നിനക്കറിയാം യു സൈൻ തീറ്റ എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് അവിടെ എന്ത് കൊടുക്കണം? യു സൈൻ തീറ്റ എന്ന് കൊടുക്കണം. യു സൈൻ തീറ്റ എന്ന് വെച്ചാൽ 6 ഇൻറ്റു സൈൻ 30 പ്ലസ് അല്ലേ. ആക്സിലേഷൻ താഴോട്ടേക്കാണ്, അതുകൊണ്ട് എന്ത് കൊടുത്ത്? -10 എന്ന് കൊടുത്ത് ബൈ 2 അല്ലേ. എൻ്റെ സ്ഥാനത്ത് 1 ആണ്, 2 ഇൻറ്റു 1 മൈനസ് 1. സോ 60 ഇൻറ്റു സൈൻ 30 എന്ന് വെച്ചാൽ 1/2 മൈനസ് 10 10/2 അല്ലേ. 60/2 എന്ന് വെച്ചാൽ 30 മൈനസ് 5 is equal to 25 അല്ലേ. h0ന്റെ വാല്യൂ കിട്ടി. ഇനി നോക്കിയേ, ദ ഹൈറ്റ് ട്രാവേഴ്സ്ഡ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് ബിഫോർ ഇറ്റ്സ് റീച്ച് മാക്സിമം ഹൈറ്റ് അല്ലേ. മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്ന ആ മൊമെന്റിൽ അല്ലേ, ട്രാവേഴ്സ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് മീൻസ് ബിഫോർ ഇറ്റ്സ് റീച്ചസ് ദി മാക്സിമം ഹൈറ്റ് അല്ലേ. മാക്സിമം ഹൈറ്റ് എത്തുന്ന ആ മൊമെന്റിൽ, സപ്പോസ് ഞാൻ പറയാണ് മാക്സിമം ഹൈറ്റ് എത്തുന്നത് 4ാമത്തെ സെക്കൻഡ് ആണെങ്കിൽ 4ാമത്തെ സെക്കൻഡിൽ 4th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തടാ? h1. സപ്പോസ് ഞാൻ പറയാണ് മാക്സിമം ഹൈറ്റ് എത്തുന്നത് 24ാമത്തെ സെക്കൻഡിലാണെങ്കിൽ h1 മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 24th സെക്കൻഡ് ആണ് അല്ലേ. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ അല്ലേ. മാക്സിമം ഹൈറ്റ് എത്താനുള്ള ടൈം, ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്കറിയാം 2u ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് നിങ്ങൾക്കറിയാം 2u സൈൻ തീറ്റ ബൈ g ആണ് അല്ലേ. അതായത് എന്ന് ബിയിലേക്കും ബിന്ന് സിയിലേക്കും പോകുന്ന ടൈം എത്രയാണ്? 2u സൈൻ തീറ്റ ബൈ g. അതിന്റെ പകുതി ആയിരിക്കും, കാരണം അപ്പുറം ഇപ്പുറം സിമെട്രി ആണ്, അതിന്റെ പകുതിയാണ് വരിക. അതായത് ആ ടൈം എന്ന് വെച്ചാൽ എത്രയായിരിക്കും? u സൈൻ തീറ്റ ബൈ g ആണ്. ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. യുവിന്റെ വാല്യൂ 60, സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 1/2 ബൈ g എന്ന് വെച്ചാൽ എത്രയാ? 10 ആണ്. 0 0 കട്ടായടാ. 6/2 എന്ന് വെച്ചാൽ എത്രയാ? 3 ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? h1 എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 3rd സെക്കൻഡ്, s3 ആകണ്ടേ, s3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഇക്വേഷൻ തന്നെ ഉപയോഗിക്കും? u പ്ലസ് a/2 ഇൻറ്റു 2n മൈനസ് 1. യുവിന്റെ വാല്യൂ നിനക്കറിയാം, യു എന്ന് വെച്ചാൽ യു സൈൻ തീറ്റ ആയിരിക്കും. യു സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 1/2
അല്ലേ? സൈൻ 30 എന്ന് വെച്ചാൽ 1/2 ആണ്. പ്ലസ് എന്റെ സ്ഥാനത്തിന് എന്ത് കൊടുക്കാം? -10 ധൈര്യത്തിൽ കൊടുത്താൽ /2. 2 ഇൻറ്റു തേർഡിന്റെ കാണിക്കാൻ വേണ്ടി 3 എന്ന് കൊടുക്കും. അപ്പൊ 30 മൈനസ് 5 ഇൻറ്റു 2 ഇൻറ്റു 3 6 ആണ്. 6 എന്ന് കുറച്ചാൽ 5 ആണ്. 30 മൈനസ് 5 എന്ന് പറയുമ്പോൾ എത്രയാ? 30 മൈനസ് 5 ഇൻറ്റു 5 25. ദാറ്റ് മീൻസ് ഈക്വൽ ടു എത്രയാണ്? 5 ആണ്. സോ വാല്യൂ ഓഫ് h1 is equal to മനസ്സിലായി. വാല്യൂ ഓഫ് h1 is equal to 5. വാല്യൂ ഓഫ് h0 is equal to എത്ര കിട്ടിയേ? h0 is equal to 25. വാല്യൂ ഓഫ് h0 is equal to 25. അല്ലേ? വാല്യൂ ഓഫ് h0 is equal to 25. h1 is equal to എത്രയാ? 5 ആണ്. അപ്പൊ റേഷ്യോ എന്ന് വെച്ചാൽ 25/5 ഈക്വൽ ടു എത്രയാണ്? 5 ആണ്. സിമ്പിൾ അല്ലേ? അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക? 5 ആണ്. ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇതിന് 3 ക്വസ്റ്റിനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.